വേണ്ട വേണ്ട, ഞാൻ പറയാം. കണ്ണു തുറന്ന അവറ്റകളല്ലേ സ്വരൂപം കാണും. ഇപ്പോഴേ സ്വരൂപം എടുക്കണ്ട, എൻ്റെ പഴയ രൂപം എടുക്കാം. ആ ശരി ശരി, എന്തായാലും ഇത്രയും ദൂരമായില്ലേ, നിങ്ങൾ ഇനി കണ്ണു തുറന്നോ. നമ്മളോട് പിന്നെ എന്തിനാ മേടിക്കുന്നേ? എടാ ഞങ്ങളുടെ കൂട്ടുകാരോട് ആദ്യം കണ്ടെത്തട്ടെ. രേഷ്മ മീനൊക്കെ ഇപ്പൊ വിഷമിച്ചിരിക്കുകയായിരിക്കും. അവരെ കണ്ടുപിടിച്ചിട്ട് മതി നമുക്ക് ബാക്കി കാര്യമൊക്കെ. അല്ലെ തന്നെ ഈ കാട്ടിലെടുത്ത് കിട്ടാനാ കമ്പുമുട്ടായൊക്കെ. ഈ കൊച്ചൻ അവന്റെ കണ്ണു തുറന്ന് നോക്കിയോ എന്നെ, പിന്നെ അവനെങ്ങനെ കണ്ടെങ്ങനാ? എന്താണ് നീ പറഞ്ഞ മന്ത്രവാദിനിയോ? മന്ത്രവാദിനി നീ എവിടെ കണ്ട്? ആന്റി ആ മന്ത്രവാദിനി നായട്ടിന് പോയപ്പോന്ന് ആന്റി പറഞ്ഞത്. അവരെ നീ കണ്ടു കാണുവൻ. അല്ല ആന്റി അതിന് ദേഷ്യപ്പെട്ടിരിക്കുന്നേ? ഓ ദേഷ്യപ്പെട്ടൊന്നും അല്ല, അല്ല അവനെങ്കിലേ കണ്ണു തുറന്നു കാണുമോ ഞാൻ ഓർത്തതാ. പെട്ടെന്ന് ആ പിള്ളേരെ, ആ മന്ത്രവാദി നായിട്ട് കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ആ പിള്ളേരെ രക്ഷിക്കണ്ടേ? ആ അത് തന്നെ, ആ ഗുഹയ്ക്കകത്താ നിങ്ങളുടെ കൂട്ടുകാരികളുള്ളത്. ചേച്ചി മക്കൾ ആ വഴിയല്ലേ പോയത്, ഈ വീടിന്റെ ബാക്കിൽ കൂടെ. അവരെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നല്ലോ. നേരത്തെ എങ്ങനെ ഇറങ്ങാനാ? ആ തള്ള ഒരു മുരുട്ട് സ്വഭാവം. നമ്മളങ്ങനെ പുറകെ വരുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി അവര്. ഇവിടെ നിന്ന് നോക്കിയിട്ട് എന്താ ചേച്ചി കാര്യം? നമുക്കിനി അങ്ങ് പോകണ്ടേ? പിന്നെ നമുക്ക് പോകണം അങ്ങോട്ട്, പക്ഷേ ഏത് വഴിയാന്നുള്ളതൊന്നും നമുക്കറിയാൻ വയ്യതിപ്പോ. ചേച്ചി എനിക്ക് പേടിയാവുന്നു. എന്തോ ഒരു സൗണ്ട് കേട്ടില്ലേ ഇപ്പോ? ആരോ സംസാരിക്കുന്ന പോലെ, പക്ഷെ വാ കുത്തിപ്പിടിച്ച് സംസാരിക്കുന്ന പോലെ. ശരി, ഞാനും കേട്ട് സംസാരിക്കുന്നത് പോലെ, പക്ഷെ ഈ പറഞ്ഞ പോലെ വാ കുത്തിപ്പിടിച്ച് സംസാരിക്കുന്ന പോലെ ഞാനും കേട്ടത്. പിള്ളേരെ കൊണ്ട് അവര് പോയിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ. ചേച്ചി ആ ശശിയേട്ടന്റെ സൗണ്ട് പോലെ എന്ത് കേട്ടത്? അത് തന്നെ, അയാൾ ഓർന്ന് ബഹളം വെക്കുന്നതാണ് കേട്ടത്. നിങ്ങൾ ഇങ്ങോട്ട് വാ, എന്നെ നീ മരത്തിലൂടെ കെട്ടിയിട്ടേക്കോ, ഇങ്ങോട്ട് വാ നിങ്ങൾ. അയ്യോ തോണ്ട ശാന്തിച്ചതേ, ശശിയേട്ടനെ അവിടെ കെട്ടിയിട്ടേക്കുന്നത്. അയ്യോ ശശി, എന്റെ ശശിയേട്ടാ നിങ്ങൾ അങ്ങനെ ഇവിടെ എത്തി? നിങ്ങൾ എത്ര പെട്ടെന്ന് എന്നെ ഇവിടെ അഴിച്ചുവിട്. എന്നാൽ ഈ പാവ ചേട്ടനോട് ആരാ ഈ ദൂരത്തെ കാണിച്ചത്? എന്നെ പറയാം നിങ്ങൾ എന്നെ അഴിക്കാതെയും. ഇതായിരുന്നു ചിക്കന്റെ കാല്. അയ്യോ ശരിയാണല്ലോ, ചിക്കൻ വാങ്ങിച്ചിട്ട് ഞാൻ കൂടെ തന്നില്ലല്ലോ, നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് കഴിച്ചോ? ഞാൻ ചിക്കൻ കാലൊന്നും കഴിച്ചതല്ല. നമുക്ക് എത്ര പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പിള്ളേരെ പിടിച്ചോണ്ട് പോയതേ മന്ത്രവാദിനിയത്. അതെ, ദേവരംഗ മന്ത്രവാദിനി. നിങ്ങളുടെ പിള്ളേരോട് പഠിക്കുന്ന ആ 2 കൂട്ടുകാരികളില്ലേ, അവരെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു മന്ത്രവാദി. ആ മന്ത്രവാദിനിയായിരുന്നു ഇവര് ദേവരംഗ മന്ത്രവാദിനിയായിരുന്നു. പക്ഷെ നമ്മളോടൊക്കെ പറഞ്ഞാല് ദേവയാനി എന്നല്ലേ നമ്മളോടൊക്കെ പറഞ്ഞത്. നിങ്ങൾ സത്യമാണ് പറയുന്നത്? പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവര് ദേവയാനി എന്നൊക്കെ പറഞ്ഞത്? അത് തന്നെയാണ്, നിങ്ങളുടെ നാട്ടുകാരിയല്ലേ അവര്? നിങ്ങൾ നേരത്തെ അവരെ അറിയാന്നല്ലേ അവര്? അല്ല, ഞങ്ങളുടെ നാട്ടുകാരിയൊന്നും അല്ല. ഞാൻ അത് നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അവരിവിടെ താമസത്തിന് വന്നിട്ട് 6 മാസമായതേ ഉള്ളൂ. അവരാ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ അവരാ ആ മന്ത്രവാദിനി നമ്മുടെ കാര്യം ഞാൻ ഇപ്പോഴും അറിയുന്നത്. എന്നെ ഇവിടെ കെട്ടിയിട്ടത് അവരാ. എന്നിട്ട് പിള്ളേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനെങ്കിൽ വീട്ടിലേക്ക് ഉറങ്ങി കിടക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ സ്വപ്നം കണ്ട് നിങ്ങളെല്ലാവരും പുലി പിടിക്കുന്നതായിട്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇവിടെ ഓടി വന്നപ്പോഴത്തേക്ക് ഈ വീടിന്റെ ബാക്കിൽ അവർ നിൽക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നി. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. പിന്നെ അതിനുശേഷം അവരെങ്കിൽ ഓടി വന്ന് എന്നെ ഇവിടെ ഒന്ന് കെട്ടിയിട്ടാണ് നിങ്ങളുടെ വീട്ടിലോട്ട് വന്നു ആ പിള്ളേരെ പിടിച്ചോണ്ട് പോയത്. പിള്ളേരെ കണ്ണു ഉടപ്പിച്ച് ഇതുവരെ കൊണ്ടുപോയത് എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനെങ്കിൽ വായിക്കത്ത് അവർ ചിക്കനും എനിക്ക് വെച്ച് തന്നു. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനോ വായെടുത്ത് ഒന്നും പറയാനോ ഒന്നും പറ്റിയില്ല. ഞാനെങ്കിൽ പൊട്ടി ഞാൻ ഒരുപാട് ഞാൻ ശ്രമിച്ചു നോക്കി അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ സൗണ്ട് കേട്ടില്ല. എനിക്കെന്തോ തല ഇറങ്ങുന്ന പോലെ. നീ ഇപ്പൊ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയം ഇത്. തല ഇറങ്ങി വീണ് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരെ അവർ പിടിച്ചോണ്ട് പോകും. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാം അവരെ രക്ഷിക്കാൻ. നീ സ്ട്രോങ് ആയിട്ട് നിൽക്ക്. അതെ നമുക്ക് പെട്ടെന്ന് പോകാം. അവർ ഈ വഴി തന്നെ അങ്ങ് പോയത്, അതിനെന്തോ ഉറപ്പ്? എന്തായാലും മേലോട്ട് പോകാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇതുവഴി പോകാനാ ചാൻസ്. ഞാൻ ശാന്തിച്ചോട് ഞാൻ അപ്പോഴേ പറഞ്ഞു നമുക്ക് അവരിറങ്ങിയിട്ട് ബാഗിൽ തന്നെ ഇറങ്ങാന്ന്. ഈ ശാന്തിച്ച് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, അവരങ്ങ് പോയി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയെന്ന്. എന്തേനാ ആ തള്ളയുടെ സ്വഭാവം കാണണല്ലയോ? അവരെങ്ങാനും നമ്മളെ കണ്ടുപോയെങ്കിൽ പിന്നെ അത് മതി. അവർ ഓരോരോ വർത്തമാനങ്ങൾ പറയും. അവർ മന്ത്രവാദിനി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നോ? എനിക്ക്
പെട്ടത് ആദ്യം നിങ്ങൾ അന്വേഷിച്ചിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറെ പേരെ പരിചയപ്പെട്ടു. ഒരു ശശി എന്ന് പറഞ്ഞൊരു ചേട്ടൻ മാമൻ, പുള്ളിക്കാരൊക്കെ വെറും പാവോ. പിന്നെ എനിക്ക് ദേവയാനി എന്ന് പറഞ്ഞൊരു ആന്റി, ആ ആന്റി വെറും പാവോ. രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാവലൊക്കെ നിന്ന് എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ചിലപ്പോ ആന്റിക്ക് തെറ്റായ ഇൻഫർമേഷൻ എവിടെയെങ്കിലും കിട്ടിയതായിരിക്കല്ലേ. അയ്യോ ആന്റി പറഞ്ഞാൽ പുറത്തേക്ക് വന്നു തോന്നുന്നു. ഞങ്ങളൊന്ന് വിളിച്ചിട്ട് വരട്ടെ. അവർക്ക് തെറ്റിയിട്ടില്ല, ഞാൻ തന്നെയാ മന്ത്രവാദിനി. എന്റെ യഥാർത്ഥ രൂപം കാണണ്ടേ നിങ്ങൾക്ക്? അയ്യോ, ഏപ്പിച്ച് കൊടുത്ത് ഞാൻ അവർക്കിട്ട്. അതൊക്കെ ഉണ്ട് വഴി. ഞാൻ ഈ വേലിയൊക്കെ പറിച്ച് കളയട്ടെടുത്ത്. ഈ സ്ത്രീ എന്തോ കാണിച്ചത്? കൊച്ചു പിള്ളേരെ മൊത്തം ഇവിടെ കൊണ്ടുവന്നിട്ട് ഉപദ്രവിക്കാന്. അവര് നിങ്ങളെ വലയിലാക്കി ഇവിടെ കൊണ്ടുവന്ന്. മക്കളെ, നിങ്ങൾ എന്താ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയല്ലോ. ഞാൻ ഇവരെ കൂടെ രക്ഷിക്കട്ടെ, ഇത് അഴിച്ചെടുക്കട്ടെ. മക്കളെ, ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട. അവർ ഞരങ്ങ് മൂളൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ഉണരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ പെട്ടെന്ന് രക്ഷപ്പെടണം. ആ വേഗം നടന്നു മക്കളെ. അങ്ങനെ നല്ലവനായ ശശിയേട്ടൻ അവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി.